അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വാചകം നമുക്ക് ഇപ്രകാരം കാണാൻ സാധ്യമാകും. മിൻ ഉഖൂബത്തി സയ്യിഅത്തി അസ്സയ്യിഅത്തു ബഅദഹ. ഒരു വ്യക്തി ഒരു തിന്മ ചെയ്താൽ ആ തിന്മക്കുള്ള ശിക്ഷകളിൽപ്പെട്ടതാണ് ആ തിന്മയ്ക്ക് ശേഷം അവൻ വീണ്ടും തിന്മകൾ ചെയ്യുക എന്നുള്ളത്. ഒമിൻ സവാബിൽ ഹസനത്തി അൽ ഹസനത്തു ബഅദഹ. ഒരാൾ ചെയ്യുന്ന നന്മയുടെ പ്രതിഫലം, അതിൻ്റെ അടയാളമാണ് അതിന് ശേഷം, ആ നന്മയ്ക്ക് ശേഷം വീണ്ടും അവന് നന്മകൾ ചെയ്യാൻ കഴിയുക എന്നുള്ളത്. സഹോദരിമാരെ, ഈ കാര്യം ഇവിടെ ഉണർത്താനുണ്ടായ കാരണം, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഒരു മാസക്കാലം നന്മകൾ ധാരാളം ചെയ്യാൻ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട്. ആ ചെയ്ത കർമ്മങ്ങളെല്ലാം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാകുമോ എന്ന് പ്രാർത്ഥിക്കേണ്ട, ആ പ്രാർത്ഥനകൾ അധികരിപ്പിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. നമ്മൾ ധാരാളം പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുടെ ബാഹുല്യമല്ല വിഷയം, അത് അള്ളാഹു സ്വീകരിക്കുമോ ഇല്ലയോ എന്നതാണ് വിഷയം. നമ്മളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നമ്മളെക്കാൾ വലിയ ഹതഭാഗ്യർ ലോകത്തെ മറ്റാരാറുണ്ടാവുക. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കാനുള്ള പ്രാർത്ഥനയോടൊപ്പം ആ പ്രവർത്തനങ്ങൾ സ്വീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് റമദാൻ മാസത്തിൽ നമ്മൾ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾക്ക് ഒരു തുടർച്ച നമ്മൾ ഉണ്ടാക്കണം. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമായി ചെയ്യുന്നതാണ്. വ ഇൻ ഖല്ല, അത് എത്ര കുറച്ചാണെങ്കിലും അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടം. സഹോദരന്മാരെ, നമ്മൾ റമദാനിൽ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ പരിശോധിക്കുക. റമദാൻ മാസത്തിൽ മാത്രമായി പ്രത്യേകമായി ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കർമ്മവും നമുക്ക് പഠിപ്പിച്ചിട്ടില്ല. റമദാൻ മാസത്തിൽ ചെയ്യാതിരിക്കേണ്ട ഏതെങ്കിലും ഒരു തിന്മ പ്രത്യേകമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. റമദാനിൽ തിന്മയായതെല്ലാം റമദാൻ അല്ലാത്ത കാലങ്ങളിലും തിന്മയാണ്. അതുകൊണ്ട് തന്നെ റമദാനിൽ ഞാൻ നോമ്പുകാരനാണ് എന്നു പറഞ്ഞ് മാറ്റിവെച്ച തിന്മകളെല്ലാം നമ്മൾ ഇനിയും ചെയ്യാതിരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. റമദാനിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ റമദാനിൽ കൂടുതൽ കൂലി കിട്ടുമെന്നുള്ളത് കൊണ്ട് അധികരിപ്പിച്ചു എന്ന് മാത്രമാണ്. ആ പ്രവർത്തനങ്ങൾക്ക് ഒരു തുടർച്ച നമ്മൾ ഉണ്ടാക്കണം. ഏറ്റവും പ്രധാനമായി റമദാനിൽ സ്ഥിരമായി നമ്മൾ അനുഷ്ഠിച്ച രാത്രി നമസ്കാരം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അഫ്ളലു സ്വലാത്തി ബഅദ സ്വലാത്തിൽ മക്തൂബ. ഫർള് നമസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം സ്വലാത്തുൽ ലൈൽ, അത് രാത്രി നമസ്കാരമാണ് എന്ന്. നമ്മൾ സ്ഥിരമായി 11 റമദാൻ നമസ്കരിച്ചു. ഇനി 11 സാധ്യമാകുന്നില്ലായെങ്കിൽ ഒരു 3 റക്അത്തെങ്കിലും നമ്മൾ തുടർത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. സാധ്യമാകുമെങ്കിൽ റമദാനിൽ നമ്മൾ സെറ്റ് ചെയ്തു വെച്ച അലാറങ്ങൾ ഇനിയും മുഴങ്ങട്ടെ. ആ സമയത്ത് എഴുന്നേറ്റ് നമുക്ക് അള്ളാഹു ഇറങ്ങി വരുന്ന ഒന്നാം ആകാശത്തിലെക്കുന്ന ആ സമയത്ത് നമുക്ക് നമസ്കരിക്കാം. ഇനി അതിന് സാധ്യമാകുന്നില്ലേ, റമദാനിൽ നമ്മൾ ചെയ്തതുപോലെ ഇശാ നമസ്കാരത്തിന് ശേഷം ഉറങ്ങും മുമ്പ് ഒരു 3 റക്അത്ത് നമുക്ക് ശീലമാക്കാം. റമദാനിൽ നമ്മൾ ഖുർആൻ പാരായണം നടത്തിയിരുന്നു. 2ഉം 3ഉം അതിലധികവുമൊക്കെ ഖത്തം തീർത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു ദിവസത്തിൽ നിശ്ചിത പേജ് നമ്മൾ നിശ്ചയിക്കണം. എല്ലാ ദിവസവും അത് തുടർന്നു കൊണ്ടുപോകുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. റമദാനിൽ നമ്മൾ ധാരാളമായി സ്വതക്ക നൽകിയിരുന്നു. ഇനിയും നമ്മുടെ മുമ്പിലേക്ക് ആവശ്യക്കാർ വരുമ്പോൾ ആ ആവശ്യക്കാരെ നമ്മൾ ഒരിക്കലും മസ്സായില ഫല തൻഹർ, വിരട്ടി വിടരുത്. നമ്മുടെ സാധ്യമാകുന്ന രൂപത്തിൽ ഇനിയും നമ്മൾ അത് തുറന്നു കൊണ്ടുപോകേണ്ടതുണ്ട്. നല്ല സംസാരങ്ങൾ റമദാനിൽ നമ്മൾ അധികരിപ്പിച്ചിരുന്നു. ഇനിയും നമ്മൾ അത് തുറന്നു കൊണ്ടുപോകേണ്ടതുണ്ട്. റമദാനിൽ നമ്മൾ നോമ്പെടുത്തിരുന്നു. ഇനിയും തിങ്കൾ, വ്യാഴം, ഓരോ മാസത്തിലെയും 3 ദിവസങ്ങൾ തുടങ്ങിയ രൂപത്തിലെല്ലാം നോമ്പുകൾ അനുഷ്ഠിക്കാൻ നമ്മൾ കഴിയേണ്ടതുണ്ട്. ഈ രൂപത്തിൽ നമ്മൾക്ക് റമദാനിൽ ചെയ്ത നന്മകൾ ഓരോന്നും ഇനിയും ചെയ്യാൻ നമ്മൾക്ക് സാധ്യമാകുന്നുവെങ്കിൽ റമദാനിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിച്ചുവെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യമാകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, റമദാൻ കഴിയുമ്പോൾ ഈ സമയത്ത് നമ്മൾ റമദാനോടുകൂടി പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നവരെ മാറരുത്. ബിഇസൽ ഖൗമുൻ ലാ യഅരിഫൂനല്ലാഹ ഇല്ലാ റമദാൻ ഇല്ലാ ഫി റമദാൻ. റമദാനിൽ മാത്രം അള്ളാഹുവിനെ തിരിച്ചറിയുന്ന ഒരു മോശപ്പെട്ട സമൂഹത്തിൽ നമ്മളായിത്തീരരുത്. അതുകൊണ്ട് കുൻ റബ്ബാനിയൻ ലാ തകുൻ റമദാനിയൻ. റബ്ബിൻ്റെ ആളുകളായി മാറുക, റമദാൻ ആളുകളായി മാറരുത്. അതുകൊണ്ട് റമദാനിലെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ ഇനിയും കർമ്മങ്ങൾ തുടർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും
ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി. Peace Radio. Tune to reality.